വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ടു ലെജൻഡ്. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഗെയിമുമായിട്ടാണ്. മൈൻക്രാഫ്റ്റിൻ്റെ വേറെ ഗെയിം കോപ്പിയാണ്, ഒറിജിനൽ അല്ല. അപ്പം ഇതിനകത്ത് കുറേ പെറ്റ്സ് ഉണ്ട്, അത് റിയൽ ലൈഫിലുള്ളത് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കണ്ടേ അത് റിയലാണോ എന്ന്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് മാറ്റണം. ഇവിടെ അല്ല, ഒന്നുണ്ട് അപ്ഗ്രേഡ് ചെയ്യല്ലേ, ഇട്ട് കൊടുക്കാം. ബോഡി മുടി മാറ്റണം. മുടി നമുക്ക് മാറ്റാം. ഇതെല്ലാം പെണ്ണുങ്ങളുടെ ആണെന്ന് തോന്നുന്നു. ഇതാന്ന് തോന്നുന്നു ബോയ്സിൻ്റെ. ഇതുണ്ട്. നമുക്കിത് എടുത്താലോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമുക്കിനി നോണല്ല, സോറി, മുട്ടത്തലേനെ ഇപ്പോൾ കിട്ടിയേ. ഓക്കെ, നമുക്കിനി അടുത്ത ഒരെണ്ണം എടുക്കാം. സ്റ്റൈലിൽ പോയിട്ട് നമുക്ക് ടോപ്സോ അതെന്തോ, ഈ ഡ്രസ്സല്ലേ, നമുക്കിത് കൊടുത്താലോ. ഈ ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് എന്നിട്ട് ഇനി നമുക്ക് ബോട്ടം പാൻറ്. ഞാനിതല്ലല്ലോ എടുത്തേ. ഞാൻ എക്യുപ്പൈ ചെയ്തില്ല കേട്ടോ. എക്യുപ്പൈ ചെയ്തു. കായില്ലേ, കായ് മറ്റേ സിനിമയ്ക്കകത്തുണ്ടായിരുന്നേ, 11ന്റെ പാൻ്റാണ്. അതേ പാൻ്റ് തന്നെ, മനസ്സിലായി. വേറെ തിരുക്കണ്ടി പാൻ്റ്. എനിക്കിത് തന്നെയാണ് കേസ് ഇഷ്ടപ്പെട്ടെ, അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഔട്ട്വേഴ്സോ ഇത് കൊടുത്താലോ. ഇത് കൊള്ളില്ല, ഇത് കൊടുക്കാം. ഇച്ചിരി വെറൈറ്റി ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിത് കൊടുക്കാം. വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഹെഡ് വെയർസ് ഒന്നുമില്ല. ഗ്ലൗസോ ഇതുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഇത്ര മതി ഗൈസ്. അല്ല, നമുക്കൊരു ഒരു ഷൂവും കൂടെ മാറ്റാം. ഫുട് വെയർ ഇത് കൊടുക്കണോ അതോ ഇത് കൊടുക്കണോ? അത് കൊടുത്തേക്ക്, അത് മതി. പരിപാടി തീർന്നു. ഇനി നമുക്ക് മാറാം. നമുക്ക് പ്ലേ കൊടുക്കാം. ഇതൊക്കെ ഇവരുടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ലോക്കി ക്രാഫ്റ്റിൻ്റെ തന്നെയാണ്. നമുക്ക് ക്രിയേറ്റീവ് ഇടാം. കണിഞ്ഞു അതൊക്കെ അവിടെ നോട്ടെ. ഓക്കെ, നമ്മൾ വേൾഡിലോട്ട് ലോഗിൻ കയറി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ലോഡ് ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഞാൻ അടുത്ത വീഡിയോ എന്തുമായിട്ടാണ് വരേണ്ടതെന്ന് പറയുക. പെട്ടെന്ന് ലോഡാവുക, സമയമില്ല. ലോഡാവുന്നുണ്ട്. വന്നേ. ഇതെന്തുവാ ഇവിടെ എന്തോ ഉണ്ട്. നടക്കുമ്പോൾ ഒച്ച. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഈ ഗെയിമിനകത്ത് കുറേ പെറ്റാണ്. അതിലൊന്നാണിത്. ഇത് മൈൻക്രാഫ്റ്റിനകത്ത് ഇല്ലാത്തതാണ്. നമുക്ക് ഇത് അപ്ഡേറ്റിനും കൂടെ നോക്കാം. ഇത് ഇത് നോക്കാം. ഈ ഗെയിമിനെ പറ്റിയാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതുണ്ട്, ഇവിടെ കുറേ മൈൻക്രാഫ്റ്റിൽ തന്നെ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇത് ഏറ്റവും പുതിയതല്ല, എന്നാലും പഴയതുമല്ല പുതിയതല്ലാത്ത രീതിക്കുള്ള ഒരു എഡീഷൻ തന്നെയാണിത്. എൻ്റെ പേരൊന്നും എന്നോട് ഒരിക്കലും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. നമുക്കൊരു അത്യാവശ്യം നല്ല സ്ഥലം വേണം. ഇവിടെ എന്തൊക്കെയോ ലോഡാകാത്ത പോലത്തെ സ്ട്രക്ചറുണ്ട്. ഡെസേർട്ടിൽ വരേണ്ട സാധനമല്ലേ? അല്ലേ, ഡെസേർട്ടിൽ സാധനമില്ല, സോറി. ഇതെന്തോ ഇവിടെ നല്ല സ്റ്റക്കാവലുണ്ട്. അയ്യോ ഗൈസ്, വേണ്ട ഒരു ഉണ്ടപ്പക്കറ് നിൽക്കുന്നു. നാത്തുല്ലുണ്ടോ? നമുക്ക് അവൻ്റെ ഹെഡ് ഷോട്ട് അടിക്കാം. ഉണ്ടോടാല്ലോ, നല്ല സ്റ്റക്കുണ്ടല്ലോ. അതിന് ഒരു അയൺ ബ്ലോക്ക് ഉണ്ട്, പൊട്ടിക്കുമ്പോൾ നോർമൽ ബ്ലോക്ക്. അല്ല, എൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ ഗൈസ്
യോയിങ്. ഓക്കെ, നമുക്ക് ഒരു കൊടിയുണ്ട് ഇവിടെ. ഈ കൊടിയുടെ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഭയങ്കര സ്റ്റക്കാണ് ഗൈസ് ഇത്. ഇവിടെ വേറെ എന്തോ ഉണ്ടല്ലോ. ഇവിടെ ആ സാമാനമുണ്ട്. ഇവിടെ എന്തുവാ? കയറിക്കോ. എന്തോ നടക്ക്. ഇവിടെ എൻ്റെ പോർട്ടലോ? അല്ല, നെതർലാൻഡിൽ പോലുള്ള പോർട്ടലാണ്. ഈ ലിവർ വയ്ക്കുക. ഓ ഇവിടെ ലിവറുണ്ട്. ഒന്നും നടത്തില്ലല്ലോ. ഇത് നമുക്ക് ആക്ടിവേറ്റ് ആക്കിയിട്ട് മാറ്റിയാലോ? ഒന്നും സംഭവിച്ചില്ല. മെക്കാനിസം. ഓ, ഇപ്പം മനസ്സിലായി. ആ, ഇവിടെ വേറെന്തോ ഉണ്ട്. റെഡ് സ്റ്റോൺ ഉണ്ട്. ഇതെന്തുവാ? എന്തുകൂട്ടാന്ന് എന്നോട് ചോദിക്കില്ല, എനിക്കറിയത്തില്ല. ഇവിടെ വേറെ ഏരിയ ഉണ്ട് ഗൈസ്. ഇവിടെ മുഷ് തന്നെ. ഓ, ഇവിടെ മുഷ്റൂമുണ്ട്. മുഷ്റൂമല്ല, ഇതിൻ്റെ പേരെന്നാ എന്നോട് ചോദിക്കില്ല, എനിക്കും അറിയത്തില്ല. ഓക്കെ, ഇങ്ങോട്ട് വരുമോ? നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് വയ്ക്കാം, അവിടത്തേക്ക് മാത്രം. അയ്യോ, നമുക്കിവിടെ ഒരു ലാവ വയ്ക്കാം, നിർത്ത പോലെ. ലവ കത്ത് പിടിക്കില്ല. ഓക്കെ, ഗുഡ് ബോയ്. കത്ത് പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് ഒരു ലാവ ബക്കറ്റ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റും കൂടെയാണ് ഗൈസ് ചെയ്യുന്നത്. ഓക്കെ, ഐസ്. ഓ, ഇങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ വന്ന കാര്യത്തിലോട്ട് പോവാം. നമുക്കിപ്പോൾ എൻപോർട്ടിൽ പോയിട്ട് വലിയ കാര്യമില്ല, മനസ്സിലായോ? നമുക്ക് സ്പീഡിൽ പോവാം. ഇവിടെ എന്തോ ഉണ്ടല്ലോ. അടിയിലോട്ടായിരിക്കും എന്തെങ്കിലും. അടിയിലോട്ടൊരു ഡേർട്ട് ബ്ലോക്ക് ഉണ്ട് ഗൈസ്, അല്ലാതെ ഒന്നുമില്ല. ആ സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഒരു സൂ പണിയാം. നമുക്ക് സൂക്ക് വേണ്ടി ആദ്യമേ വേണ്ട ഒരു നല്ലൊരു ബ്ലോക്ക്, ഒരു ഓക്ക് ബ്ലോക്ക്. ഇത് മതി. നമ്മളൊരു ഓക്ക് ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്കിനി എന്താണ് വേണ്ടത് ഗൈസ്? നമുക്കിനി ഇവിടെ ഒരു സൂ ഉണ്ടാക്കണം ഗൈസ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യമേ ഒരു സൂവിന് വേണ്ടി മെയിനായിട്ട് വേണ്ട ഒരു സാധനങ്ങളാണ്. നമുക്കൊരു സൂവിന് വേണ്ടി ആദ്യമേ ഇത് വേണം. ഒരു കാണുമ്പോൾ എല്ലാവർക്കും കയറി വരാനുള്ള ഒരു ഇത്. നമുക്ക് ഇവിടെ എൻട്രൻസ് വയ്ക്കാം. ഇത്രയാണ് എൻട്രൻസ്. യോ നമുക്ക് ഇവിടെ വെച്ച് ഒന്ന് ഇങ്ങനെ ചെയ്യാം ഗൈസ്. ഞാൻ എൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ട് വിളിക്കാം, കാണാം. അയ്യോ, ഇവിടെ അല്ല. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഗൈസ് ഇത്രയും 3 മുറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എത്ര നേരം എടുത്തറിയോ? അങ്ങനെ ഞാൻ അത്രയും നേരത്തെ കഷ്ടപ്പാട് നിങ്ങൾ കാണണം ഗൈസ്. അതുകൊണ്ട് നമുക്ക് പെറ്റിനെ സ്പോൺ ചെയ്യാം ഗൈസ്. ഇപ്പം നമുക്കിപ്പോൾ 2-3 പെറ്റിനെ സ്പോൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗെയിം ബിൽഡ് ചെയ്യാൻ എനിക്ക് വയ്യ, മടുത്ത്. ഏകദേശം ഒരു അരമണിക്കൂർ ഇരുന്നാണ് ചെയ്ത് മടുത്തത്. അയ്യോ, ഓക്കെ ഇല്ല, ഓക്കെ ഇല്ല, ഇങ്ങനെ മതി. ഓക്കെ, നമുക്കിനി ഇതാണ്. അയ്യോ,
ഇതാണ് മങ്കിയുടെ റൂം, നമ്മളെ മുങ്കിക്കൂട്ടിൻ്റെ റൂം. ആ മങ്കിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ ബെഡായ സ്കാൻ ബെഡ്. എൻ്റെ പേരെന്നാ ഗൈസ്, മറന്നു വയ്ക്കാൻ. ഓക്കെ, ഈ ബെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മങ്കി കുട്ടപ്പനാണ്. നമുക്ക് മങ്കീനെ ഇവിടെ സ്പോൺ ചെയ്യാം. മങ്കി സ്പോൺ ക്യാപ്പുച്ചിൻ മങ്കി. നമുക്ക് ക്യാപ്പുച്ചിൻ മങ്കീനെ സ്പോൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ മങ്കിയേ ഉള്ളൂ ഗൈസ് ഗെയിമിൽ. ഓക്കെ, നമുക്ക് നമ്മുടെ കപ്പുച്ചിനോ മങ്കീനെ സ്പോൺ ചെയ്തു. നമുക്കൊരു പഴം കൂടെ കൊടുക്കാം. കപ്പുച്ചീന മങ്കിക്ക് വേണ്ട ഗൈസ് പഴം. ഇസ്തിരിപ്പിക്ക മങ്കികളെ ഞാൻ സ്പോൺ ചെയ്തു ഗൈസ്. അത് കഴിഞ്ഞ് നമുക്കൊരു ഗൊരില്ലാനെയും കൂടെ സ്പോൺ ചെയ്യാം. ഗൊരില്ല സ്പോൺ ഗൊരില്ല ഗൈസ്. നമ്മൾ ഗൊരില്ലാനെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സിറ്റ് ആവും. പഴം എടുത്ത് കയ്യെ കൊടുക്കണം. ഗൈസ് ഇനി നമുക്ക് അപ്പുറത്തെ ബേസിലോട്ട് പോവാം. ഇതാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബേസ്. ഈ ബേസിൽ നമ്മളിടുന്ന ആളുടെ പേരെന്നെ അറിയോ? ആന, മതയാന. നമ്മൾ ആനന്നെയാണ് ഗൈസ് ഇടുന്നത്. അയ്യോ, ആനയല്ലല്ലോ, അതിൻ്റെ പറയുന്ന എലിഫൻ്റ് എന്നല്ലേ. ഞാൻ ആനയെന്ന് സെർച്ച് ചെയ്തേനെ. സ്കെൽറ്റൻ ആഫ്രിക്കൻ എലിഫൻ്റ് ഉണ്ട്, ഏഷ്യൻ എലിഫൻ്റ്, ഏഷ്യൻ എലിഫൻ്റ് ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ആഫ്രിക്കൻ എലിഫൻ്റ്. നമുക്ക് ഏഷ്യൻ എലിഫൻറ്റിനെ സ്പോൺ ചെയ്യാം. ഇതിനെ പൊക്കോ. ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ആം ലീവിങ്. നമുക്കിവനെ കുറച്ചും കൂടെ വലിയ അല്ല എന്നാ പറ്റി? അവിടുന്ന് ചെറിയ ആന ഇത്ര പെട്ടെന്ന് വലുതായോ? നീ ചാവണ്ടേ? ആരാ നീ? നമുക്ക് നെതറൈറ്റ് സ്വാൾ എടുക്കാം. കാരണം ഇത് നമ്മുടെ വേറൊരു കുട്ടപ്പന് വേണ്ടിയുള്ളതാണ്. ഡൈ സോറി ആനേ. ഓക്കെ, നമ്മൾക്ക് ഈ ആനനെ കൊല്ലാം. ഒന്നും കിട്ടിയില്ലല്ലോ. ഇല്ല, ഒന്നും കിട്ടിയില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാം. അതുകൊണ്ട് ഇവിടെ ബാക്കി ഇസ്തിരിയും കൂടെ വെള്ളിയുണ്ട്. ഇറങ്ങി പോകത്തില്ലേ? ഇനി നമുക്ക് ഇങ്ങോട്ടും കൂടെ കൊടുക്കാം. അതിൻ്റെ ഒരു കുഞ്ഞ് തറയെ പോയിട്ടുണ്ട്. അതിനെ ഇനി എടുക്കാനൊന്നും പറ്റത്തില്ല. അതിനെ എടുത്തു കൊണ്ടുവരാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. നമുക്കിനി ഇതും കൂടെ എടുക്കാം. ഗായ്സ് ഇനി നമുക്ക് ഇവിടെ കൂടെ സെറ്റാക്കാം ഗായ്സ്. നമുക്ക് ഇത്രയും പുള്ളി ചെയ്തിട്ടുണ്ട്. ഇത് മതിയായിരിക്കും അല്ലേ? ഇനി നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ അങ്ങോട്ടൊരു ലാൻഡേൺ. എന്തിനാ ഈ ലാൻഡേൺ ഇടുന്ന അറിയോ? ഇല്ലേ, വെട്ടം കിട്ടത്തില്ല ഗൈസ്. നമുക്ക് സ്പീഡിൽ പോവാം. ഇവിടെ വേണ്ടേ ഗൈസ്? ഭയങ്കര സ്റ്റക്കാണ്. മൂവിയാണ് നോക്കിയിട്ട് മൂവ് ആവുന്നില്ല. ഗൈസ് കുട്ടിയാന ഇവിടെ നിൽക്കുന്നു. കുട്ടിയാന അവിടെ നിന്ന്
വേറെ ആനേനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ബൈ ബൈ ഗൈസ്. നമ്മളിപ്പം നമ്മുടെ ഷൂവിലിട്ടേക്കുന്നത് നമ്മുടെ മെയിൻ ഐറ്റംസിനെ വന്നില്ല ഗൈസ്. നമുക്ക് മെയിൻ ഐറ്റം ആയിട്ട് എന്താ വേണ്ടേ? നമുക്ക് ടൈഗർ, നമുക്ക് 3 ടൈഗർ ഉണ്ട്. ടൈഗർ ഷാർക്കോ, ടൈഗർ, വൈറ്റ് ടൈഗർ, പിന്നെ എന്നാക്കുണ്ട്. നമുക്ക് അല്ലാതെ പോയി നോക്കാം. ഇവിടെ വന്ന് ഈ മുട്ടയ്ക്ക് എന്തോ വ്യത്യാസമുണ്ടല്ലോ. എൽഡർ ഗാർഡിയൻ മാഗ്മ വാർഡറൊക്കെ അല്ല, വാർഡറൊന്നും വേണ്ട. ഇതന്നെ റഗാത്ത്, അതൊക്കെ ഈ ഗെയിമിൽ തന്നെ എന്തോ ഒരു സമ്മാനം, എന്തോ ഒരു അവർ തന്നെ ഒരു ഇതിനെ കൊണ്ടുവന്നതാണ്. നമുക്കൊരു മാമത്തിനെ കിട്ടി, അവർ തന്നെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഏതാ അറിയത്തില്ല. റെഡ് പാണ്ട വേണം, ജിറാഫ് വേണം, കുക്ക് അറിയത്തില്ല എന്നാണ്. ഏഷ്യൻ എലിഫൻറ്റിനെ വച്ചു. 2 ജിറാഫിനൊന്നും വേണ്ട നമുക്ക്. ഇതെന്തോ ലാൻഡേൺ ഫിഷ്, സ്നോ ലെപ്പേർഡ്. ഞാൻ ഈ സാമാനത്തിന് തപ്പിക്കൊണ്ടിരുന്നത്. സ്നോ ലെപ്പേർഡ്, കിവി എന്നെ അറിയത്തില്ല. റൈനോ. ഇനി നമുക്ക് ഫസ്റ്റ് ആ റെസ്പോൺസ് ചെയ്യുന്നത് ടൈഗർ ഷാർക്ക്. എനിക്കിത് അയ്യോ, അത് നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നി ഇത് ടൈഗർ ഷാർക്ക്, വെള്ളത്തിൻ്റെ അടിയിലുള്ള ഷാർക്കാണ് ഗൈസ്. വലിയ കാര്യത്തിൽ ഞാൻ ഒറിജിനൽ ഷാർക്കാന്ന് പറഞ്ഞെടുത്ത, അല്ല ടൈഗറാന്ന് പറഞ്ഞെടുത്ത. ടൈഗർ ഷാർക്കാണത്. നമുക്ക് വേറെ വെള്ളത്തിനും കൂടെ എടുക്കണമല്ലോ. തന്നെ പോളാർ ബിയർ ഫെഡിപ്പിക്കിളിയും വേണ്ട, ഫ്രോഗ് വേണ്ട, ഐസിലേജർ, ഹിപ്പോപ്പൊട്ടാമണസ്, സീലോ, ഗാഗ്ലി, ഇതൊക്കെ എന്തുട്ടാന്ന് പോലും അറിയത്തില്ല. ആ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വന്ന് അയ്യോ ഈശോ ഗൈസ്, നമ്മൾ സസ്പെൻസ് ഞാൻ തന്നെ അറിയാതെ പൊളിച്ചു. അവിടെ വയ്ക്കാനുള്ള ടൈഗറിനെ ഞാൻ അവിടെ കൊണ്ടുവച്ചു. ടൈഗറിന് ഇത്രയും പൊക്കമുണ്ടായിരുന്നു. ഹിപ്പോപ്പൊട്ടാമസ്, ജിറാഫ്, നമുക്ക് ലെപ്പേർഡിനെ കിട്ടി. സ്നോ ലെപ്പേർഡ്, റൈനോ. നമ്മൾ റൈനോനെ ഇട്ടില്ലല്ലോ. റൈനോ എവിടെ ഇരുന്നോട്ടെ. അയ്യോ ഗൈസ്, ഒന്നും കാണുന്നില്ല. ചമ്മി. ഓക്കെ ഗൈസ്, നമ്മൾ മെസ്സി ആയിട്ടുള്ള സൂ ഉണ്ടല്ലോ നിങ്ങൾ. ഇവിടെ ആനേനെ മാത്രം ഇടുന്നുള്ളതെന്ന് ഓർത്താ. ഒത്തിരി പ്ലാൻസ് ഉണ്ട്. ആ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ സ്നോ ലെപ്പേർഡ് വേണ്ട, ജിറാഫ് കൂട്ടൻ, ഗ്രാഫ്, ഹിപ്പോ വേണ്ട, ടൈഗർ വേണ്ട, വൈറ്റ് ടൈഗർ വേണ്ട, റെഡ് പാണ്ട വേണം. പാണ്ടയല്ലേ ഇത്? നമുക്ക് ഇങ്ങനൊരു മാമത്തിനെ സ്പോൺ ചെയ്യാനുണ്ട്. അയ്യോ സോറിടാ, സ്പോണായോ? മാമത്തെ സ്പോണായിട്ടില്ല. ഒന്നും കാണത്തില്ല. അയ്യോ ഗായ്സ്, ഒന്നും കാണുന്നില്ല. ഇവിടെ ഇത്ര വലിയ ഓട്ടം ഉണ്ടായിരുന്നു. നമുക്ക് മാമത്ത് ഇവിടെ സ്പോൺ ചെയ്യും. ഇവിടെ സ്പോണായ മാമത്ത്. ഗൈസ് ഇതാണ് ഗൈസ് മാമത്ത്. ഇപ്പം നമുക്ക് സൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ റൈന, ആഫ്രിക്കൻ എലിഫൻറ്റ്, സ്നോ ലെപ്പേർഡ്, ജിറാഫ്, ഇത് മാമത്ത്, റെഡ് പാണ്ട, വൈറ്റ് ടൈഗർ, പൊട്ടാമസ്. നമുക്ക് പൊട്ടാമസിന് എല്ലാത്തിനും ഇട്ടു. ഇനി നമുക്ക് ഈ എഗ്ഗെല്ലാം കളയാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് മൂളോ ഇതൊക്കെ അല്ലാതുള്ള നമുക്ക് ഇല്ലാത്ത വേണം. ഗോട്ടുണ്ട് അറിയത്തില്ല. ഗോട്ട് ചുമ്മാ അടിച്ചിട്ടുണ്ട്. റാക്കൂൺ വേണം, റാറ്റ് വേണ്ട, ഓസ്ട്രിച്ച് വേണം, കങ്കാരു വേണം, ഗാംഗുരു വേണം ഗൈസ്. ഗാംഗുരു, സാധാ ലെപ്പേർഡ് വേണം, അതെനിക്കത് മനസ്സിലായില്ല. കിവി വേണം, സ്കാർലറ്റ് എന്തോ ഉദ്ദേശിച്ചാൽ മനസ്സിലായില്ല. പാമ്പാണത്. ഓക്കെ നമുക്ക് ഇങ്ങനെ റാക്കൂണിനെ സ്പോൺ ചെയ്യാം. ഇതാണ് നമ്മുടെ റാക്കൂൺ. ഗോട്ടുള്ളതല്ലേ? അതെ, റാക്കൂണിനെ സ്പോൺ ചെയ്ത്. ഓസ്ട്രിച്ച്,
ഗാംഗുരു ഗുരു 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 ഗ്രാംഗുരു ഗുരു ഗാംഗുരുവിനെ അടുപ്പിച്ച് സ്പോൺ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുണ്ടോടാ ഗാംഗുരുവേ? കുഞ്ഞുണ്ടോ ഗാംഗുരു? കുഞ്ഞുണ്ടോ ഗാംഗുരു? ഇല്ല. നമ്മളിങ്ങനെ എടുക്കേണ്ട ലെപ്പേർഡ്. ഇതാണ് ഗൈസ് ലെപ്പേർഡ്. ഇതെന്തൊക്കെയാ? ഗാംഗുരു ലെപ്പേർഡ് ഫൈറ്റോ? ലെപ്പേർഡ് ഓറ്റോ? കടിക്ക്. ലെപ്പേർഡിനെ ഇങ്ങനെ കാണിക്കത്തില്ല. ആ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് നടത്താം. ലാഗടിക്കിച്ചിട്ട് മാറിയിരിക്കാം. ഇതെന്തുവാ? മുള്ളമ്പന്നിയാണത്. കിവീനെ സ്പോൺ ചെയ്യാം. ഓ ഇതാണല്ലേ കിവി. ഗൈസ് ഇത് നമുക്ക് പാമ്പിനൊക്കെ സ്പോൺ ചെയ്താൽ നമുക്ക് ഓക്കെ ഗൈസ് എല്ലാത്തിനും നമ്മൾ ക്ലിയർ അടിച്ചിട്ട് സഫാരി വില്ലേജറിനെ ഒന്ന് സ്പോൺ ചെയ്യാം. ഇതൊക്കെ മതിയായിരിക്കും അല്ലേ? ക്രൊക്കഡൈൽ വൈറ്റ് ഷാർക്ക് വേണ്ട, ടൈഗർ വേണ്ട. ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ആയിട്ട് വരാം. കാരണം എൻ്റെ ടാബ് ഇപ്പം സ്വിച്ച് ഓഫ് അല്ല, ഇതിലെന്തോ ഇത് അപ്ഡേറ്റ് ചെയ്യാണ്ട് ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ആയിട്ട് കാണാൻ നമ്മുടെ ബൈ.